തിരക്കാണ്, ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെ ആയിക്കോട്ട് പ്രശ്നം മീൻസ് തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നുള്ളത് ഇത് കണ്ടില്ലേ, പഴം. ചെറിയതായിട്ടുള്ള കഷ്ണങ്ങളുള്ള ഒരു പഴമാണിത്. ഇതില്ലേ ഞാൻ ഒരു റെസിപ്പി കാണിച്ചു തരാം. നിങ്ങൾ ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും, ചില ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു നല്ല ഈവനിങ് സ്നാക്സ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്നാക്സ് ഒന്ന് നോക്കിയിട്ട് വരാമല്ലോ. ഭയല്ല ഇപ്പോഴാണ് സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി സ്റ്റാർട്ട് ആക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇന്ന് ആരാണ് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത് കാണാം ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മളിവിടെ ഫസ്റ്റായിട്ട് പഴത്തിൻ്റെ തോല് ചെറുതായിട്ട് എടുക്കുക. എല്ലാം എടുക്കരുത്, കുറച്ചാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം അതിനെ 2 ഭാഗമായിട്ട് കട്ടാക്കുക. അത് അത്രയാണാവും, കൂടുതലൊന്നും ഭാഗങ്ങളാവില്ല, കഴിക്കാൻ കൂടി കിട്ടില്ല. അതുകൊണ്ട് 2 മതി. അപ്പോൾ ഞാൻ എല്ലാം കൂടി കട്ടാക്കി വെള്ളത്തിലാണ് വെക്കുന്നുള്ളത്. കാരണം വെള്ളത്തിലിടുമ്പോൾ നമ്മൾ അത് ബ്ലാക്കായിട്ട് കളറായിട്ട് വരില്ല, അതുകൊണ്ടാണ് വെള്ളത്തിലിടുന്നുള്ളത്. അതിൽ വേറെ എന്താണെങ്കിലും മണ്ണുകളുണ്ടായാൽ അതുകൂടി പോവും. One cup കടലപ്പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂണായിട്ട് ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അജ്വായിൻ എടുത്തിട്ടുണ്ട്. ഇതിന് മലയാളത്തിൽ എന്താണ് പറയുക എനിക്കറിയില്ല. അതൊരു 1/4 ടേബിൾ സ്പൂണായിട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഉപ്പിടാം. ഉപ്പ് നിങ്ങൾ പൊടിയെല്ലാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി നിങ്ങൾ ടേസ്റ്റ് നോക്കണം ഉപ്പുണ്ടോയെന്ന്. എരിവ് വേണമെങ്കിൽ എരിവ് കൂടുതലിടാം. കേക്കല്ല, ബജ്ജി. കേക്ക് ഉറപ്പായിട്ട് കേക്ക് ആക്കി തരുവാ. ഉറപ്പായിട്ട് വരും കേക്ക്. അപ്പൊ നായി വെള്ളത്തിൽ അളവിട്ട് അരിപ്പൊടി 2 ടേബിൾ സ്പൂണായിട്ട് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ ക്രിസ്പി ആയിട്ട് വരും, അതുകൊണ്ടാണ് ഇടുന്നത്. ഞങ്ങളിവിടെ ഒരു സോഡ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പം മാവ് റെഡിയായിട്ടുണ്ട്, നമ്മൾ മിക്സാക്കി വെച്ചത്. ഇപ്പം ഇത് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലിൻ്റെ മാവുണ്ടാവില്ല, അത്രയും ടൈം മതി. ഇപ്പം ഞാനിവിടെ പഴങ്ങളെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 പ്രാവശ്യമാണെങ്കിൽ നല്ലോണം വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ മാവ് എടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഈ
പഴങ്ങൾ അതിലിടുന്നുണ്ട് ഞാനിവിടെ കുറച്ചാണ് ഇടുന്നുള്ളത്. ബാക്കിയെല്ലാം അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. കാരണം ഇതിൽ ചെറിയ പാത്രം ആയതുകൊണ്ട്, ഞാനെടുത്തിട്ടുള്ള ചെറിയ പാത്രം ആയതുകൊണ്ട് അതിൽ ഫുള്ളായിട്ടിടുമ്പോൾ ചിലപ്പോൾ അളവ് മിസ്സായിരിക്കും. എങ്ങനെ മാവ് ചിലപ്പോൾ കുറയും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. മാവ് കുറഞ്ഞാൽ നമ്മൾ ഇന്നും കൂടി എടുക്കാം. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇതാക്കുന്നുള്ളത്. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാനിത് എണ്ണ ചൂടാക്കാൻ വെച്ചതാണ്. നല്ലോണം ചൂടായ ശേഷമാണ് നമ്മൾ എഴുതിയിടേണ്ടത്. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാവ് അതിലിട്ടിരുന്നു. ഇതെല്ലാം വേവിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം ചിന്തിക്കുന്നത് ലോ ഫ്ലെയിമിലാണ്. നമ്മൾ ചിലപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് പോകും. ഇതെല്ലാം ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇതെല്ലാം ഇട്ട ശേഷം ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നല്ലോണം വേവണം. കാരണം പഴമായതുകൊണ്ട് നല്ലോണം വേവണം. അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ അതും പയറ് അതുള്ളത് നീണ്ടു പയതത് നീണ്ടു നല്ലോണം മിക്സ് ചെയ്യുക. അടിഭാഗം ഉള്ളതെല്ലാം കുറച്ച് വെന്തിട്ടുണ്ടാവും. മേലത്തെ ഭാഗവും അധികമായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അടിഭാഗത്തിൻ്റെ മേലാക്കിയിട്ട് മേലത്തിൻ്റെ അടിഭാഗം ആക്കണം. അപ്പോൾ അങ്ങനെ നല്ലോണം മിക്സ് ആക്കിയ ശേഷം ഞാനിപ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി എന്താ കാരണം വെച്ചാൽ റെഡി ആയതെല്ലാം ഞാനും പിന്നെ എൻ്റെ മോളും രണ്ടാളും ഒന്നൊന്നേ എടുത്ത് കഴിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു. ഇത് റെഡിയാക്കുമ്പോൾ തന്നെ അവൾ ചോദിക്കുമ്പോൾ അത് എനിക്ക് കൂടി ഓക്കെ ഞാനും കഴിക്കാം. അങ്ങനെ രണ്ടാളും ഒന്നൊന്നായിട്ട് കഴിച്ച് ഒരുപാട് കാലിയായിപ്പോയി. ഇത് കണ്ടില്ലേ, ഇത് റെഡി ആയിട്ടുണ്ട്. അതിലും ബനാന അത്രല്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ മിക്സ് ആക്കി വെച്ചൊന്നും ആയില്ല. അത് കുറച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പൊട്ടാറ്റോ കൊണ്ടൊക്കെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങള് ഉണ്ടാക്കുമ്പോ തന്നെ കൊറേ പ്രാവശ്യം കഴിച്ച് കൊറേ ആയിട്ടുണ്ട്. കൊറേ ഉണ്ടല്ലോ, പകുതി ആയിട്ടുണ്ട്. കഴിച്ചതാ. ഇതില്ലേ ഞാന് കണ്ടില്ലേ ചായ ഞാനെടുത്തിട്ട് ലെമൺ ടീ ആണ് ഞാൻ എടുത്തിട്ടിരിക്കണത്. അപ്പൊ ഇതിന് കോമ്പിനേഷൻ ഏറ്റവും നന്ദിണ്ടാവും. ഞാനെല്ലാം അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ചായത്തിലാണ് ലെമൺ ടീ. അപ്പൊ അതൊന്ന് ഇതിന്റെ കൂടെ കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലോ ഒരു ലൈക്ക് കൊടുക്ക. എന്തോ അത് കാണിക്കണം.
ഇതൊന്ന് കാണിക്കുന്നതാണ് പറഞ്ഞത്. അവള് കഴിക്കുന്നുണ്ട്, അങ്ങനെ ആയതുകൊണ്ട് കാണിക്കുന്നതാണത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഒരു ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിന്നെല്ലാം ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇന്നുകൂടി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് അധികമായിട്ട് ഇൻട്രസ്റ്റ് വരും, വീഡിയോകൾ ഓരോരോ രീതിയിൽ ചെയ്യാൻ വേണ്ടായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലേ? ബൈ ബൈ.